ഹലോ സുഹൃത്തുക്കളെ, ഹർഷിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓണവിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു സൈക്കോളജിക്കൽ ടേം പരിചയപ്പെട്ടാലോ? കണ്ടിൻജന്റ് സെൽഫ് വർത്ത് എന്നാണ് ആ ടേമിന്റെ. കണ്ടിൻജന്റ് സെൽഫ് വർത്ത് എന്ന് പറയുന്നത് കണ്ണാടിയിലൂടെ നോക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ നിശ്ചയിക്കുക. കണ്ണാടി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ മുഖസൗന്ദര്യം നോക്കുന്ന കണ്ണാടികളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചിട്ട് ഒരു വാല്യൂ ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇത് അതിനും അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു കാര്യമാണ്. കണ്ണാടിയിൽ കാണുന്ന തൻ്റെ രൂപത്തെ വളരെയധികം വെറുക്കുക. ഇതാണ് എൻ്റെ വ്യക്തിത്വം എന്ന് വിശ്വസിച്ചുകൊണ്ട് വീട്ടിലെ കണ്ണാടികളെല്ലാം തന്നെയും തുണികൾ കൊണ്ട് മൂടി വയ്ക്കുക, അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് മൂടുക. കണ്ണാടി കാണാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം തന്നെയും നമ്മൾ കാണാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യർ കൗൺസിലിങ്ങിൽ വരാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവനവനെ കുറിച്ചിട്ടുള്ള മൂല്യമില്ലായ്മയാണ്. അതായത് സ്വന്തം സെൽഫ് വർത്ത് നഷ്ടപ്പെട്ടു പോവുക എന്നതാണ്. ഇതിനെയാണ് നമ്മൾ കണ്ടിൻജന്റ് സെൽഫ് വർത്ത് എന്ന് പറയുന്നത്. ഈ കണ്ണാടികൾക്കും അപ്പുറമാണ് ഞാനെന്ന വ്യക്തിത്വമെന്ന് മനസ്സിലാക്കുവാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു. ഇതിനെ നമുക്ക് നമ്മുടെ ഓണവുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് നോക്കാം. മഹാബലിയെ പോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് വാമനൻ. മഹാവിഷ്ണുവിൻ്റെ പ്രതിരൂപമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. പക്ഷെ വാമനൻ്റെ രൂപം എങ്ങനെയാണ്? വളരെ പൊക്കം കുറഞ്ഞ് അത്ര വലിയ എടുത്തു പറയാനൊന്നും ഗ്ലാമറൊന്നും ഇല്ലാത്ത ഒരു രൂപമാണ്, സാധുവായ ഒരു രൂപം. ആ രൂപം വന്ന് മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ പ്രതാപശാലിയായ മഹാരാജാവ് ഒട്ടും മടിക്കാതെ ഇതിലെന്തിരിക്കുന്നു എന്നൊരു ചെറിയ പുച്ഛഭാവത്തോടു കൂടി തന്നെ തൻ്റെ പ്രോമിസ് നൽകുകയുണ്ടായി, ഞാനിത് തരാമെന്നുള്ള രീതിക്ക്. അങ്ങനെ വാമനൻ എന്ത് ചെയ്യുന്നു? 2 അടി കൊണ്ട് തന്നെ എല്ലാം അളന്നെടുക്കുകയും 3-ാമത്തെ അടിയിൽ രാജൻ പകച്ചു പോകുകയും അവസാനം സ്വന്തം തല തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് പോവേണ്ടതായിട്ട് വരികയും ചെയ്തു. എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് എല്ലാം തന്നെ നഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ രൂപത്തിൽ എന്തിരിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഓണം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നില്ലേ? വളരെ ചെറിയൊരു രൂപം, വലിയ പ്രാധാന്യമൊന്നും അർഹിക്കാത്ത ഒരു രൂപത്തിലും ഇത്രയധികം ശക്തിയും പ്രതാപവും ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊരു സത്യം. അപ്പോൾ കൂട്ടുകാർ ഓർക്കുക, നമ്മുടെ രൂപത്തെ കണ്ടുകൊണ്ട് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായം പറയുവാനായിട്ട് സാധിക്കും. നമ്മുടെ രൂപം മാറും, നമ്മുടെ പ്രായം മാറും, പലതരത്തിലുള്ള ജീവിത മാറ്റങ്ങൾ നമ്മുടെ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തുക തന്നെ ചെയ്യും. അതിൽ നമ്മൾ ദുഃഖിതരായി മാറാതെ, അല്ല എൻ്റെ രൂപത്തിലാണ് എൻ്റെ എല്ലാം എന്ന് ചിന്തിക്കാതെ, ഞാനെന്ന് പറയുന്ന വ്യക്തി അതിനും എത്രയോ മുകളിലാണെന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർജിച്ചെടുക്കുന്ന വിവരങ്ങളും അറിവുകളും മനുഷ്യത്വവും നന്മയും നിറയുന്ന ഒരു മനസ്സുമാണ് എൻ്റെ വ്യക്തിത്വം എന്ന് ചിന്തിക്കുക എന്നതും കൂടെയല്ലേ ഈ ഓണം വാമനൻ എന്ന് പറയുന്ന രൂപത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഓർക്കുക, കണ്ടിൻജന്റ് സെൽഫ് വർത്ത് എന്താണെന്ന്. ബിയോണ്ട് ദ മിറർ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുക എന്നത് തന്നെയാണ്.